തമിഴ്നാട്ടിൽ നിന്നും പഴങ്ങളും പച്ചക്കറികളും കേരളത്തിലെത്തിച്ച് വിൽപ്പന നടത്തുന്ന വ്യാപാരിയായിരുന്നു ജോസ് പൂവത്തുമൂട്ടിൽ. കേരളവും തമിഴ്നാടും തമ്മിലുള്ള ബന്ധമുലഞ്ഞ് അതിർത്തി ഗ്രാമങ്ങളിൽ സംഘർഷം രൂക്ഷമായപ്പോൾ ജോസിന്റെ വ്യാപാരം ലക്ഷങ്ങളുടെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. പിന്നീടാണ് കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. സിട്രസ് ഫലങ്ങളോടുള്ള ഇഷ്ടം ജോസിനെ നാരക കൃഷിയിലെത്തിച്ചു. ഒരു ഫലത്തോടുള്ള കമ്പത്തിന്റെ പേരിൽ തുടങ്ങിയ നാരക കൃഷി ഇന്ന് വൻ വിജയമാണ്. അപ്പോൾ ഏലകൃഷിക്ക് വേണ്ടി ലീസിനെടുത്ത ഈ സ്ഥലം മുഴുവൻ, അന്ന് ഇവിടെ കൃഷിയൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. 3.5 ഏക്കർ സ്ഥലമുണ്ട്. അപ്പം അതിനകത്ത് ഏലം 2 ഏക്കർ മാത്രം ചെയ്തപ്പം ഈ ബാക്കിയുള്ള സ്ഥലം വേസ്റ്റായിട്ട് കിടന്നപ്പം എനിക്ക് നാരകമായിട്ടൊക്കെ ചെറിയ ബന്ധം ഈ കൊടൈക്കനാലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കൊടൈക്കനാലിലെ നേഴ്സറിക്കാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനെ വേസ്റ്റ് ലാൻഡ് ചെയ്യാവുന്നൊരു സ്ഥലം തൈ ഉണ്ട്, അത് വരുത്തി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ തൈ വരുത്തി ചെയ്തത്. മറ്റ് കൃഷികളെപ്പോലെ വലിയ മുതൽ മുടക്കോ സമയമെടുത്തുള്ള പരിപാലനമോ നാരക കൃഷിക്ക് ആവശ്യമില്ല. ചെടിയിൽ മുള്ളുകൾ ഉള്ളതിനാൽ കാട്ടുമൃഗങ്ങൾ വിള നശിപ്പിക്കുമെന്ന പേടിയും വേണ്ട. വർഷം മുഴുവൻ വിളവ് ലഭിക്കുന്നതും നാരക കൃഷിയുടെ മറ്റൊരു മേന്മയാണ്. കേരളത്തിലെ നാടൻ നാരങ്ങയേക്കാൾ വലിപ്പവും നീരും കൂടുതലാണ് ജോസിന്റെ കൃഷിയിടത്തിലെ നാരങ്ങയ്ക്ക്. വേനലിൽ നാരങ്ങ ഉപയോഗിച്ചുള്ള പാനീയങ്ങളുടെ വിൽപ്പന കുതിച്ചുയർന്നതോടെ വിലയും പല മടങ്ങ് വർദ്ധിച്ചു. കിലോയ്ക്ക് 120 രൂപയിലധികമാണ് നിലവിൽ നാരങ്ങയുടെ വില. കാലത്തിനും കാലാവസ്ഥയ്ക്കുമൊപ്പം കൃഷിയും മാറുകയാണ്. ഇടുക്കി ഹൈറേഞ്ചിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ മാത്രമല്ല, നല്ല നീരുള്ള നാരങ്ങയും വിളയും. മയിലാടുംപാറയിൽ നിന്നും നന്ദുഷായസ്, മാതൃഭൂമി ന്യൂസ്, കുമളി. നന്ദു, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇടുക്കിയിലോട്ടൊക്കെ വന്നാൽ നമുക്ക് ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ മാത്രമല്ല, കുറച്ചധികം നാരങ്ങയും മേടിച്ച് തിരിച്ചു വരാം അല്ലേ? സേതു, അതിന് കുറച്ചും കൂടി സമയം ആവശ്യമുണ്ട്. കാര്യം ഇടുക്കി ഹൈറേഞ്ചിൽ ആദ്യമായി നാരക കൃഷി തുടങ്ങിയ കർഷകനാണ് ഈ ജോസേട്ടൻ. ഇനിയിപ്പോൾ ഈ തരിച്ചു കിടക്കുന്ന ഭൂമിയിലെല്ലാം നാരക കൃഷിയും മറ്റു കാര്യങ്ങളുമൊക്കെ സിട്രസ് ഫലങ്ങളുടെയൊക്കെ കൃഷി ആലോചിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ കർഷകർ. ഏതായാലും ഒരാദ്യ ചുവടുവെപ്പ് എന്നുള്ള ഈ രീതിയിൽ നാരക കൃഷി ആരംഭിച്ചത് ജോസേട്ടനാണ്. വളരെ നല്ല ദൃശ്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ? ഏതായാലും നാരങ്ങയുടെയും മറ്റുമൊക്കെ ഈ ചൂടത്തൊക്കെ നാരങ്ങ കാണുമ്പോൾ നല്ല ഒരു സന്തോഷമായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇത് വാർത്തയായി എടുക്കാൻ പോകുമ്പോൾ അത്ര നല്ലൊരു സന്തോഷമൊന്നും അല്ല. കാര്യം ഇതിനിടയിൽ കൂടെയൊക്കെ കയറുമ്പോൾ നല്ല മുള്ളാണ് ദേഹം മുഴുവൻ ഒരഞ്ഞ് കയറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നാരക കൃഷി ഏറ്റവും കൂടുതൽ സുരക്ഷിതമാകുന്നത്. കാര്യം കള്ളന്മാരൊന്നും കൊണ്ടുപോയില്ല, കാട്ടുമൃഗങ്ങൾ വരില്ല. ഈ വന്യജീവി ശല്യവും ഈ കൃഷി നശിപ്പിക്കലും ഒക്കെ രൂക്ഷമായിട്ടുള്ള ഇടുക്കി ജില്ലയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കൃഷിയാണ് ഈ നാരക കൃഷി എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇദ്ദേഹം ഈ കൃഷിയിലേക്ക് വരാൻ സാഹചര്യമായത് തന്നെ പണ്ട് പഴക്കച്ചവടം നടത്തിയപ്പോൾ സിട്രസ് ഫലങ്ങളോടുള്ള ഒരു ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അതിനോടുള്ള കൗതുകം കൊണ്ടാണ് നാരക ചെടി ആന്ധ്രയിൽ നിന്ന് വരുത്തിച്ച് ഇവിടെ കൃഷി തുടങ്ങിയത്. ഏതായാലും വൻ വിജയമായിരിക്കുകയാണ്. ഒരു വർഷം ഏതാണ്ട് 1000 കിലോയിലധികം, 1 ടണ്ണിലധികം ഒക്കെ നാരങ്ങ ഇപ്പോൾ ഈ കൃഷിയിടത്തിൽ നിന്നും വിറ്റഴിക്കാനായി ഈ ജോസേട്ടന് സാധിക്കുന്നുണ്ട്. ഈ നമ്മുടെ ഈ ഏലച്ചെടിയും മറ്റുമൊക്കെ കൃഷി ചെയ്യുന്നവർ കുറച്ച് സ്ഥലമൊക്കെ തരിച്ചിടാറുണ്ട്. അവിടെ എന്ത് കൃഷി ചെയ്യുമെന്നുള്ളൊരു ചിന്തയൊക്കെയാണ് പലപ്പോഴും ഹൈറേഞ്ചിലെ കർഷകരെ അലട്ടുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വന്യജീവികളുടെ ഒക്കെ ഒരു ശല്യമുള്ളത് കൊണ്ട് സുരക്ഷിതമായ ഒരു കൃഷി ആലോചിക്കുന്ന ഹൈറേഞ്ചിലെ കർഷകർക്ക് തീർച്ചയായും തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു കൃഷി തന്നെയാണ് നാരക കൃഷി. അതുകൊണ്ട് ഇനി ഹൈറേഞ്ച് മുഴുവൻ ഈ നാടൻ നാരങ്ങ അല്ലാന്ന് തോന്നല്ലേ? അത് കുറച്ച് വലിപ്പത്തിലൊക്കെ ഒരു വ്യത്യാസം ഉള്ള പോലെ തോന്നുന്നു, അങ്ങനെയാണോ? അതെ സേതു, ഇത് തീർച്ചയായും ഇത് ആന്ധ്രയിൽ നിന്നും വരുത്തിച്ച ഒരു സ്പെഷ്യൽ ബ്രീഡാണ് ഈ നാരങ്ങ. അതുകൊണ്ട് തന്നെ സങ്കരയിനം നാരങ്ങയാണ്. നല്ല നീരാണ് ഇതിന്. ഇത് കൂടുതലായും നമ്മുടെ ഈ അച്ചാറൊക്കെ ഇടുന്നതിന് പകരം നമുക്ക് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല അനുയോജ്യമായ നാരങ്ങയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വേനൽക്കാലത്ത് ഇതിൻ്റെ വിൽപ്പന കുതിച്ചുയരുകയും ചെയ്തത്. അത് മാത്രമല്ല കിലോയ്ക്കും നല്ല രീതിയിൽ വില കൂടുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 120 രൂപയാണ്. അത് 130ലേക്കും ഈ വേനൽക്കാലം തീരുന്നതിന് മുമ്പ് കിലോ 150ലേക്കും എത്തുമെന്നാണ് ഈ മാതൃകയായി തീരട്ടെ, ഒരു തുടക്കമായി തീരട്ടെ.